എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ ഓരോ ദിവസത്തെയും ദൈവം നമുക്ക് ദാനം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് റോമർ 8:28 കുറിച്ചൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അതായത് പിശാച് നമുക്ക് 8 പണി തന്നാൽ നമ്മൾ അവന് റോമർ 8:28 പണി കൊടുക്കണമെന്ന്. അതായത് റോമർ 8:28 എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കാണ്. പിശാച് എന്തെല്ലാം പരിപാടി ഇട്ടാലും നമ്മൾ പറയണം എല്ലാം നന്മയ്ക്കാണ്. ഒരു വിഷമം നമ്മുടെ വീട്ടിൽ വന്നു, ഉടനെ പറയണം എന്തോ നന്മയ്ക്കാണ്. നമ്മൾ നേരെ പണ്ട് നമ്മുടെ വീടുകളിൽ പറഞ്ഞിരുന്നു, നല്ല സന്തോഷമുള്ളപ്പോൾ പറയും എന്തോ തിന്മ വരാൻ പോകുന്നു. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞിരുന്നവരാണ്. പഴയ കാലത്ത് കാരണന്മാരൊക്കെ വീട്ടിലധികം ആരെങ്കിലും ചിരിച്ചാൽ എടി മതിയടി ചിരിച്ചത്, ഇത് വലിയ ദുഃഖം വരാൻ സമയമായി, അതുകൊണ്ട് ഇങ്ങനെ ഈ ചിരി നടക്കുന്നത്. ഈ ചിരി നാളെ കണ്ടോ ഇതിൻ്റെ വിഷമം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് അധികം ചിരിക്കാനൊന്നും വീടുകളിൽ കാരണവന്മാർ സമ്മതിക്കില്ല. വലിയ സന്തോഷം വന്നാൽ പറയും വലിയ ദുഃഖം വരുമെന്ന്. നേരെ മറിച്ചാണ്, വലിയ ദുഃഖങ്ങൾ വരുമ്പോൾ പറയണം വലിയ സന്തോഷം പുറകെ വരുന്നുണ്ടെന്ന്. ഏത് തിന്മ വന്നാൽ ഓർക്കണം അതിൻ്റെ ഒരു നന്മ വശം നമ്മൾ കാണാൻ പോകുന്നു. വലിയ രോഗങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒത്തിരി പേരെ നമ്മൾ സൗഖ്യമാക്കുന്നവരായി നമ്മൾ തീരാൻ പോവുകയാണ്. കടക്കണിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഉടനെ പറയണം ഒത്തിരി പേർക്ക് കൊടുക്കുന്നവരായി തീരാൻ നമ്മൾ അതിനുവേണ്ടി ഒരുക്കപ്പെടുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ സാമ്പത്തിക മേഖലയിൽ വളരെയധികം ശക്തരും ശ്രേഷ്ഠരുമായി മാറും. ശാരീരികമായി ക്ഷീണം വരുമ്പോൾ ഓർത്തേക്കണം, ശാരീരിക മേഖലയിൽ അവർ വീണ്ടും ബലമുള്ളവരായി മാറും. എവിടെ ക്ഷീണമുണ്ടോ അവിടെ ബലമുണ്ടാകും. നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലുകൾ പണിതപ്പോൾ എവിടെ ബലം കുറവാണോ അവിടെ ബലപ്പെടുത്തി. ഇതുപോലെ തന്നെയാണ് ബലം കുറഞ്ഞ ഭാഗത്ത് ബലം കൂട്ടും. അതാണ് ദൈവത്തിൻ്റെ പണി. ഇതുപോലെ നിങ്ങളുടെ ഏതു മേഖലയിൽ ബലക്ഷയമുണ്ടോ, എവിടെയാണ് ബലക്ഷയമുള്ളത്, ആ ബലക്ഷയമുള്ള മേഖലകളിൽ ബലം ദൈവം കൽപ്പിച്ചാക്കും. ഇതൊരു വെളിപ്പാടായി എത്ര പേരെടുക്കും? നിങ്ങളുടെ ഏത് ക്ഷീണമുള്ള മേഖലയുണ്ടോ അവിടെയെല്ലാം ഉയർച്ചകൾ ഉണ്ടാകാൻ പോവുകയാണ്. കർത്താവ് അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും തരട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരധ്യായം കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മാറുകയാണ്. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവർത്തികൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ഈ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിൽ അകപ്പെട്ട 276 പേരുടെ ചരിത്രം. അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടായി. അതിൻ്റെ ലീഡറാണ് പൗലോസ്. എന്നാൽ ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വിലയില്ല. 27-ാം അധ്യായത്തിൽ ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കും വെളിപ്പാടുകൾ കാണുന്നവർക്കും ദൈവകൃപയുള്ളവർക്കും പ്രാധാന്യമില്ല. എന്നാൽ 27-ന്റെ അവസാനം എത്തിയപ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലേക്ക് കപ്പലിന്റെ നിയന്ത്രണം വരുന്നത് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 25 നമ്മൾ വായിച്ചു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തു, അത് നടക്കും. ഞാൻ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സംഭവിക്കും. എന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ നടക്കും. എത്ര പേര് ഉറച്ചൊന്ന് വിശ്വസിക്കും? പ്രവചനങ്ങൾക്ക് മാറാൻ കഴിയില്ല. ബൈബിളിൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത് തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. അതായത് നേരത്തെ പരിശുദ്ധാത്മാവ് സംസാരിച്ച റൂട്ടിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് നിവർത്തിയാകുകയാണ്. യേശു ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇന്നത് നിവർത്തിയാകാൻ കാരണമായി.
യേശു ജനിച്ചപ്പോഴും യേശു ജനിക്കുന്നതിന് മുമ്പും യേശു വളർന്നപ്പോഴും എല്ലാം ഓരോന്ന് നിവർത്തിയാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അതാണ് മറിയ ഗർഭം ധരിക്കാൻ കാരണമായി തീർന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം യേശു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ അത് നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ അത് നിവർത്തിയാകാൻ കാരണമായി തീർന്നു. അപ്പോൾ അത് നിവർത്തിയാകാൻ യേശുവിൻ്റെ അടുക്കൽ കഴുതയെ കെട്ടഴിച്ചു കൊണ്ടുവന്ന 1-2 ശിഷ്യന്മാരുണ്ട്. ആ കെട്ടഴിച്ചു കൊണ്ടുവന്നപ്പോൾ അത് നിവർത്തിയാകാൻ കാരണമായി തീർന്നു. നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ എന്തൊക്കെയോ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് നമുക്കവിടെയെല്ലാം കാണാം. യേശു തിരുവെഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ക്രൂശിൽ കിടന്നായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു. ആ വാക്ക് സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. എനിക്ക് ദാഹിക്കുന്നു. അത് നിവർത്തിയായി. ഏറ്റൊടുവിൽ സകലത് നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് പ്രാണനെ വിട്ടു. വാക്ക് പറഞ്ഞാൽ മാറില്ല. യേശു എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം നിവർത്തിക്കുന്നവനാണ്. പിശാച് പറയാതെ പെട്ടെന്ന് വന്ന് ആക്രമിക്കുന്നവനാണ്. യേശുവോ നേരത്തെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 15-16 ചേർത്ത് വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന ഭാഗം നമുക്ക് കാണാം. നേരത്തെ കർത്താവ് അത് പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ടേ ചെയ്യൂ. ചെയ്തിട്ട് പറയുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. ചെയ്യുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് രഹസ്യമായി വന്ന് ചതിക്കുന്ന ഒരു പരിപാടി പിശാചിനുണ്ട്. എന്നാൽ കർത്താവ് മാന്യനാണ്. നേരത്തെ വിളിച്ചു പറയും. പണ്ട് പ്രസ്താവിച്ചത് അത് നിവർത്തിയാക്കും. എന്തു പറഞ്ഞാലും നിങ്ങളോട് കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളെ നിങ്ങൾ ആമേൻ പറയണം. നിങ്ങളുള്ള പ്രവചനങ്ങളെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. നിങ്ങളോട് ദൈവം ഇടപെട്ട കാര്യങ്ങൾ അടിവരയിടണം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു നോട്ട്ബുക്കിൽ എഴുതുകയോ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് ഇതിനെല്ലാം നിങ്ങൾ ആമേൻ പറയണം. അങ്ങനെ തന്നെ ഇതെല്ലാം നിറവേറുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. ഞാൻ എൻ്റെ പാസ്റ്ററിൽ കണ്ടിട്ടുണ്ട്. പറയുന്ന പ്രവചനമെല്ലാം ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതും. എഴുതി വിശ്വസിക്കും, പ്രാർത്ഥിക്കും, കൺഫസ് ചെയ്യും. നിങ്ങളോടുള്ള പ്രവചനങ്ങളെല്ലാം വിശ്വസിക്കും. എല്ലാ ദിവസവും അത് വായിച്ചിട്ട് നടക്കാൻ പോവുകയാണെന്ന് പറ. ആ പ്രവചനം പോലെ തന്നെയാണ് ദൈവവചനം. നേരത്തെ പ്രവചിച്ച പ്രവചനമാണ് ബൈബിൾ. എന്നെ പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും എന്ന് മോശ പറഞ്ഞില്ലേ? അതുപോലെ എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യേശു കർത്താവ്. കർത്താവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ നടന്നു. ബൈബിളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിവർത്തിയാകാനുള്ളതാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയതുപോലെ തിരിച്ചു വരും. ഇതെല്ലാം നിവർത്തിയാകും. യേശു കർത്താവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം ആ അധ്യായങ്ങളിലെല്ലാം പറഞ്ഞത് അതുപോലെ നടക്കും. വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേഗത്തിൽ സംഭവിക്കാനുള്ള ദൂതന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൂതൻ അത് യോഹന്നാനെ ഏൽപ്പിച്ചു. അത് എഴുതി ഓരോ സഭകൾക്കും കൊടുക്കാൻ പറഞ്ഞു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് അത് കർത്താവ് വേഗത്തിൽ നിവർത്തിയാക്കും. ദൈവവചനം അങ്ങനെയാണ്. ഇതാ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 26-ാം വാക്യം, എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകും. ഈ കപ്പൽ തകരും. ഇന്ന് ചവിട്ടി നിൽക്കുന്നത് ചിലപ്പോൾ തകർന്നെന്ന് വരും. പേടിക്കണ്ട. എന്നാലും വാഗ്ദത്തങ്ങൾ പലതും നിറവേറും.
ചിലപ്പോൾ ഇന്നത്തെ വിഷയം മാറിയില്ലെങ്കിലും പേടിക്കണ്ട, അത് മറ്റൊരു നന്മയിലേക്കുള്ള തിരിവായിരിക്കും. ഈ കപ്പലിൽ മുട്ടി നമ്മൾ വീഴും. ഈ കപ്പൽ ഒരു ദ്വീപിന്മേൽ മുട്ടും, അതാണ് അവിടെ പറയുന്നത്. അത് തകർന്നു പോകും. അത് നന്മയ്ക്കാണ്. പൗലോസിന് പറയാനുള്ളത്, ദൈവം ദോഷമൊന്നും ചെയ്യില്ല. നിങ്ങൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു, എന്നാൽ ഞാൻ ഇതിനകത്തുള്ളത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നവർ അതിനകത്തുള്ളത് കൊണ്ട് ദൈവം അത് നന്മയാക്കും. പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിലോ അതവർക്ക് ആ വീഴ്ച, ആ കൊടുങ്കാറ്റ്, ആ ഈശാനമൂലൻ അവർക്ക് പ്രതികൂലമാകുമായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ആ കപ്പലിലുണ്ടായി. രക്ഷിക്കപ്പെട്ട ഒരാൾ, നിങ്ങൾ ഒരാൾ ആ നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ വീടിനെ കർത്താവ് സംരക്ഷിക്കും. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പഞ്ചായത്തിനെ, ഗ്രാമത്തെ, പട്ടണത്തെ ദൈവം കാക്കും. ഒരു നീതിമാൻ ആ പട്ടണത്തിലുണ്ടെങ്കിൽ, ദൈവം അബ്രഹാമായിട്ട് സംസാരിക്കുമ്പോൾ അബ്രഹാം ചോദിച്ചു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ, അങ്ങനെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ രാജ്യത്തെ നശിപ്പിക്കുമോ ദൈവമേ? ഇല്ലെന്ന് പറഞ്ഞു. കൂടുതൽ ദൈവത്തോട് ചോദിച്ചില്ല. ഒരു നീതിമാനേ ഉണ്ടായിരുന്നുള്ളൂ, നീതിമാനായ ലോത്ത്. ആ ലോത്തിനെ ഓർത്ത് ദൈവം ആ പട്ടണത്തെ അല്ല, ലോത്തിനെ പുറത്തെടുത്തു. 10 നീതിമാന്മാരുണ്ടായിരുന്നെങ്കിൽ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കില്ലായിരുന്നു. അവിടെ ഒരു നീതിമാനേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ലോത്തിനെ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് പട്ടണത്തെ നശിപ്പിച്ചു. സോദോമിനെയും ഗൊമേറയും നശിപ്പിച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ 10 നീതിമാന്മാരില്ലായിരുന്നു. ഒരു ദേശം നിലനിൽക്കുന്നത് ആ ദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയല്ല, ആ ദേശത്തെ ഗവൺമെന്റ് അല്ല, ആ ദേശത്ത് ഉള്ള രക്ഷിക്കപ്പെട്ട 10 നീതിമാന്മാരാണ്. നിങ്ങളുടെ ദേശത്ത് വിശ്വാസത്തിൽ വന്ന ഒരു 10 പേരുണ്ടോ? നിങ്ങളുടെ ദേശത്ത് വിശ്വാസത്തിൽ വന്ന ഒരാളുണ്ടോ? ദേശത്തിന് വലിയ കാവലുണ്ട്. ആ ദേശത്ത് വരാൻ സാധ്യതയുള്ള ഭൂമികുലുക്കവും വരാൻ സാധ്യതയുള്ള സുനാമിയും അപകടങ്ങളും അനർത്ഥങ്ങളും മാറിപ്പോവും. കാരണം നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട്. നിങ്ങൾ അത്ര വിലപ്പെട്ടവരാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദൈവവചനത്തെ നമുക്ക് കൂടുതൽ വിശ്വസിക്കാം. ചില വിഷയങ്ങളൊക്കെ വരും, എന്നാൽ ആർക്കും ഒരു രോമത്തിന് പോലും കേടുവരില്ല. അതാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങളെ ആരെയും ശത്രു തൊടില്ല, നിങ്ങളുടെ ഒരു രോമത്തിന് കേടുവരില്ല. എല്ലാവരെയും ദൈവം എനിക്ക് ദാനം തന്നിരിക്കുകയാണ്. എങ്കിലും ചില വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അതും നന്മയ്ക്കായിട്ട് മാറും. ദൈവത്തിൻ്റെ പ്ലാനുള്ളവർ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്ത് വരുന്നതെല്ലാം ദൈവം നന്മയാക്കും. ജനങ്ങളെ ദൈവം സംരക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന ഭൂമിയുടെ ഉപ്പായ ലോകത്തിൻ്റെ വെളിച്ചമായ നിങ്ങളവിടെ ഉള്ളതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൽ ധൈര്യപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ ദൈവവചനം കേട്ട ഓരോ വ്യക്തികളും അവര് ആ ദേശത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം അവരവർക്ക് കൊടുക്കണം. ഈ മക്കൾ നിമിത്തം ആ ദേശത്തെ അങ്ങ് സംരക്ഷിക്കണം. ആ ദേശത്ത് വരാനുള്ള എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ, അപകടങ്ങളും മാറിപ്പോകട്ടെ, പകർച്ചവ്യാധികൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ സംരക്ഷണം ആ ദേശത്തുണ്ടാകട്ടെ. കർത്താവ് ഈ കുടുംബ നിമിത്തം, ഈ പ്രിയപ്പെട്ടവർ നിമിത്തം അവരുടെ കുടുംബങ്ങളും ദേശവും സംരക്ഷണമുള്ളതായി തീരട്ടെ. കർത്താവ് അത് ചെയ്യണം. പരിശുദ്ധാത്മാവ് ഇവരെ നിറയ്ക്കണം. പൗലോസിനെ പോലെ സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ആഴ്ച മുതൽ CBSE പരീക്ഷ, 10ാം ക്ലാസ് പരീക്ഷയും കൂടി നടക്കുന്നല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആഴ്ച മുതൽ ആരംഭിക്കുന്ന പരീക്ഷകൾ ഏറ്റവും അനുഗ്രഹമായി, കുട്ടികളുടെ പരീക്ഷകളിൽ വലിയ ജയങ്ങൾ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകട്ടെ. 10ാം ക്ലാസ് പരീക്ഷകൾ വലിയ വിജയമാകട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വലിയ ജ്ഞാനം അവർക്ക് പഠനത്തിൽ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച വലിയ ജയം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. എനിക്കാ സ്വപുത്രനെ തന്ന
കുമ്പിട്ട